صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹയിലെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ സിറാത്തുൽ മുസ്തഖീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ അത് വിശദീകരിച്ചു തന്നതിനെ കുറിച്ചാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുവാൻ വേണ്ടി പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയിലൂടെ തന്നെ സിറാത്തുൽ മുസ്തഖീം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഒരു മാർഗത്തെക്കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചൊരിഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ അവർ സ്വീകരിച്ച മാർഗം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അൻഅംത എന്നതിലെ നിഅമത്ത്, ആ നിഅമത്ത് എന്ന അഥവാ അള്ളാഹുവിന്റെ അനുഗ്രഹം അത് രണ്ട് രൂപത്തിലുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ്. ഒന്ന് നിഅമത്തുൻ ആമാണ്, അത് പൊതുവിലുള്ള അനുഗ്രഹമാണ്. രണ്ടാമത്തേത് നിഅമത്തുൻ ഖാസാണ്, അത് പ്രത്യേകമായിട്ടുള്ള അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹമാണ്. ഒന്ന് പൊതുവിലുള്ള ആമായിട്ടുള്ള അനുഗ്രഹമാണ്, രണ്ടാമത്തേത് അള്ളാഹുവിൽ നിന്നും പ്രത്യേകമായി ലഭിക്കുന്ന ഖാസായിട്ടുള്ള അനുഗ്രഹമാണ് എന്നർത്ഥം. ഇവിടെ ഒന്നാമത് പറഞ്ഞ ആമായിട്ടുള്ള പൊതുവിലുള്ള അനുഗ്രഹം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ സൃഷ്ടികൾക്കും നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിഷേധിക്കുന്ന കാഫിറുകൾക്ക് വരെ ഈ അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. സൂറത്ത് ഇബ്രാഹിമിലെ 34-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും, വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹു വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ ഇന്നൽ ഇൻസാന ലളൂമൻ കഫാർ. നിങ്ങൾ അവനോട് ആവശ്യപ്പെട്ടതിൽ നിന്ന് എല്ലാം നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നു. അള്ളാഹുവിന്റെ നിഅമത്ത്, അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾ എണ്ണുകയാണ് എങ്കിൽ നിങ്ങൾക്കതിന്റെ കണക്കെടുക്കുവാൻ വേണ്ടി കഴിയുകയില്ല. തീർച്ചയായും മനുഷ്യൻ മഹാ അക്രമകാരിയും വളരെ നന്ദി കെട്ടവനും തന്നെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് സൂറത്ത് ഇബ്രാഹിമിലെ 34-ാമത്തെ ആയത്ത്. അതുപോലെ തന്നെ സൂറത്ത് നഹ്ലിലെ 18-ാമത്തെ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം. അല്ലാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾ എണ്ണുകയാണ് എങ്കിൽ നിങ്ങൾക്കതിന്റെ കണക്കെടുക്കുവാനാവുകയില്ല. തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്തെ കുറിച്ച് പറയുമ്പോൾ അത് പൊതുവായിട്ടുള്ള അനുഗ്രഹമാണ്, അത് ആമായിട്ടുള്ള അനുഗ്രഹമാണ് എന്നർത്ഥം. ഇത് എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അല്ലാഹു ഇല്ല എന്ന് പറയുന്ന, അല്ലാഹു ഇല്ല എന്ന് വാദിക്കുന്ന സത്യനിഷേധികളായിട്ടുള്ള ആളുകൾക്ക് വരെ ഈ അനുഗ്രഹം ലഭിക്കും എന്ന് അർത്ഥം. എന്നാൽ സഹോദരങ്ങളെ, രണ്ടാമത്തെ അനുഗ്രഹം അത് ഖാസാണ്, അത് പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹമാണ്. അത് എന്താണ്? അത് രണ്ട് കാര്യങ്ങളാണ് എന്നർത്ഥം. ഒന്ന് ഹിദായത്താണ്, അള്ളാഹുവിൽ നിന്നും ലഭിക്കേണ്ട ഹിദായത്ത്. അതുപോലെ തന്നെ രണ്ട് ഇസ്തിഖാമത്താണ്. ആ ഹിദായത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ ദീനിൽ, ആ കിട്ടിയ ആ ദീനിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അടിയുറച്ച് നമ്മൾ നിൽക്കേണ്ടതുണ്ട്. അതിൽ നിന്നും തെറ്റിപ്പോകുവാൻ പാടുള്ളതല്ല എന്നർത്ഥം. ഈ ഹിദായത്തിനെ കുറിച്ച് പറയുമ്പോൾ ആ ഹിദായത്ത് എന്താണ്? അത് നിഅമത്തുൻ മുഖയ്യിദാണ്, അത് സ്വാഭാവികമാണ് എന്നർത്ഥം. അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ നിഅമത്തിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്ത്? അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. എന്റെ നിഅമത്ത്, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു. മതമായിക്കൊണ്ട്, ദീനായിക്കൊണ്ട് ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക്
തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മാഇദയിലെ 3-ാമത്തെ ആയത്തിലൂടെ പറയുകയാണ് എന്നർത്ഥം. ഇത് ഈ നിഅമത്ത് അത് സ്വാഭാവികമാണ് എന്നർത്ഥം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന്റെ അകത്തേക്ക് ആ ഹിദായത്ത് കിട്ടിയവനായിക്കൊണ്ട് അതിലേക്ക് കടന്നു വരുവാൻ വേണ്ടിയിട്ട് കഴിയുമെന്നർത്ഥം. ഈ ഹിദായത്ത് കിട്ടിയവർ അവർ സൗഭാഗ്യം സിദ്ധിച്ച ആളുകളാണ്. പക്ഷേ ഈ നിഅമത്ത് കിട്ടിയതിന് ശേഷം വഴികേടിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എത്രയോ ആളുകൾ ഹിദായത്ത് കിട്ടിയതിന് ശേഷം ഈ അനുഗ്രഹം, ഈ നിഅമത്ത് അത് എന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും വഴിതെറ്റിപ്പോകുവാൻ വേണ്ടിയിട്ട്, വീണ്ടും അത് ഉപേക്ഷിച്ചു പോകുവാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. സൂറത്ത് ആൽ ഇംറാനിലെ 8-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, റബ്ബന ലാ തുസിഅ ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മത്ത് ഇന്നക അൻതൽ വഹാബ്. ഞങ്ങളുടെ നാഥ, ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കിയതിനു ശേഷം, ഹിദായത്തിലാക്കിയതിനു ശേഷം ഞങ്ങളുടെ മനസ്സുകളെ നീ തെറ്റിക്കരുതേ. നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. തീർച്ചയായും നീ അത്യധികം ഔദാര്യവാനാകുന്നു എന്ന് നമ്മളോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണെന്നർത്ഥം. അപ്പോ സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹയിലെ അൻഅംത എന്നതിലെ നിഅമത്ത് അത് ഹിദായത്ത് കിട്ടുക മാത്രമല്ല, അവിടെ ആ ഹിദായത്തിൽ നമ്മൾ അടിയുറച്ച് നിൽക്കേണ്ടതുണ്ട്. അതിനാണ് ഇസ്തിഖാമത്ത് എന്ന് നമ്മൾ പറയുന്നത്. ഇസ്തിഖാമത്തും കൂടിയാണ് ആ നിഅമത്ത് എന്നർത്ഥം. അത് ഖാസാണ്, അത് പ്രത്യേകമായിട്ടുള്ളതാണ്. അത് അള്ളാഹുവിൽ നിന്നുള്ള തൗഫീഖോട് കൂടിയിട്ടാണ് കിട്ടുക എന്നർത്ഥം. ഈ നിഅമത്ത് കിട്ടിയ, അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച ആളുകൾ ആരാണ്? അവരെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. സൂറത്തുൻ നിസാഇലെ 69-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും, വമൻ യുതിഇല്ലാഹ വറസൂല ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൽ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീക. ആർ അല്ലാഹുവേയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നുവോ അവർ അല്ലാഹു അനുഗ്രഹിച്ചവരായ പ്രവാചകന്മാർ, സത്യസന്ധന്മാർ, രക്തസാക്ഷികൾ, സച്ചരിതന്മാർ ഇവരോടൊപ്പമായിരിക്കും. അവർ എത്ര നല്ല കൂട്ടുകാരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക. ഇവിടെ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് നൽകിയ ആളുകളെ കുറിച്ച് പറയുമ്പോൾ അവരാരാണ്? അവർ പ്രവാചകന്മാരാണ് എന്നർത്ഥം, അവർ സിദ്ദീഖീങ്ങളാണ് എന്നർത്ഥം, അവർ ശുഹദാക്കളാണ്, അതുപോലെ തന്നെ സ്വാലിഹീങ്ങളാണ്. ഈ 4 വിഭാഗം ആളുകളെ കുറിച്ചാണ് പറയുന്നത്. എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് കിട്ടിയ, ആ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹം കിട്ടിയ ആളുകൾ ഇവരാണ് എന്നാ പറയുന്നത്. അപ്പോൾ സിറാത്തുൽ മുസ്തഖീമിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സഹോദരങ്ങളെ, ആ സിറാത്തുൽ മുസ്തഖീമിന്റെ അഹ്ലുകാരാണ്, അതിന്റെ വക്താക്കളാണ്, അതിന്റെ കുടുംബക്കാരാണ്. ആര്? അള്ളാഹു വ്യക്തമാക്കുകയാണ് ആരാണ് അവർ എന്ന്. അവർ നബിമാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ മറ്റു പ്രവാചകന്മാരും ആ നബിമാരിൽ പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സിദ്ദീഖീങ്ങൾ, അബൂബക്കർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മറ്റു എല്ലാ സിദ്ദീഖീങ്ങളും, അതിൽ മറിയം റളിയല്ലാഹു തആല അൻഹയും അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പോലെയുള്ളവരെ കുറിച്ച് സിദ്ദീഖത്താണ് എന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് മാഇദയിലെ 75-ാമത്തെ ആയത്തിൽ മറിയമിനെ കുറിച്ച് സിദ്ദീഖത്താണ് എന്ന് പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഹദീസിലും സ്ഥിരപ്പെട്ടു വന്നത് നമുക്ക് കാണാൻ കഴിയും, ആ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ. അപ്പോൾ നബിമാരുണ്ട്, സിദ്ദീഖീങ്ങളുണ്ട്, ശുഹദാക്കളുണ്ട്, അതുപോലെ രക്തസാക്ഷിത്വം വരിച്ച ആളുകളാണ്, അതുപോലെ തന്നെ സച്ചരിതന്മാരായ സ്വാലിഹീങ്ങളായ ആളുകളുണ്ട് എന്നർത്ഥം. എന്നാൽ സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തികളിൽ നമ്മൾ നോക്കുകയാണ് എങ്കിൽ നബിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണ്. അവിടെ വേറെ ഒരാൾക്കും കടന്നു വരുവാൻ സാധ്യതയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടി പ്രവാചകത്വം അവസാനിച്ചു എന്നർത്ഥം. എന്നാൽ ബാക്കി 3 വിഭാഗം അതാരാണ്? ബാക്കി വരുന്ന 3 വിഭാഗം അത് സ്വഹാബികളാണ് എന്നർത്ഥം. ആ സ്വഹാബികൾ, സിദ്ദീഖീങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഹാബികൾ അതിൽ ഉൾപ്പെട്ടു. ശുഹദാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഹാബികൾ അതിൽ ഉൾപ്പെട്ടു. സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഹാബികൾ അതിൽ ഉൾപ്പെട്ടു എന്നർത്ഥം. എങ്ങനെയാണ് ആ രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നത്? പരിശുദ്ധ ഖുർആൻ ആദ്യമായി അവതരിച്ചത് അവരിലേക്കാണ്. അതുകൊണ്ട് തന്നെ അവരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ രൂപത്തിൽ പറഞ്ഞത്. പണ്ഡിതന്മാർ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അത് മുമ്പിൽ വെച്ചുകൊണ്ട് പഠിപ്പിച്ചു തരികയാണ്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിറാത്തിൻ നബിയ്യി വ അസ്ഹാബിഹി എന്നാണ് അതിന്റെ അർത്ഥം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും
വിഭാഗത്തിന്റെയും ബാക്കി 3 വിഭാഗത്തിന്റെയും മാർഗം ഏതാണോ അത് സ്വീകരിച്ച ആളുകളാണ് അത് എന്നർത്ഥം. അവരുടെ മൻഹജിന് വിരുദ്ധമായിക്കൊണ്ട്, അവർ സ്വീകരിച്ച ആ ഒരു രീതിശാസ്ത്രത്തിന് വിരുദ്ധമായിക്കൊണ്ട് ഒരു മുസ്ലിമിന് സിറാത്തുൽ മുസ്തഖീം അത് പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് കഴിയുകയില്ല എന്ന് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ആദ്യ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിൽ നിന്നും വ്യതിചലിച്ചു പോയ കക്ഷികളുണ്ട്, വ്യതിയാനം സംഭവിച്ച കക്ഷികളുണ്ട്. ആ കക്ഷികളെ നമ്മൾ എടുത്തു നോക്കുകയാണ് എങ്കിൽ നേരത്തെ സൂചിപ്പിച്ച ഈ 4 വിഭാഗം ആളുകളുണ്ടല്ലോ, ആ 4 വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം സ്വീകരിക്കാത്ത സ്വഹാബികളായ സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും മാർഗം സ്വീകരിക്കാത്ത ആളുകളായിരുന്നു അങ്ങനെ വ്യതിചലിച്ചു പോയ കക്ഷികൾ എന്നർത്ഥം. അവരെ എവിടെയാണ് അവർക്കുള്ള സ്ഥാനം? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നിസായിലെ 115-ാമത്തെ ആയത്തിൽ അവരെ കുറിച്ചാണ് പറയുന്നത്. വമൻ യുശാഖിഖി റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിയ ജഹന്നം വസാഅത് മസീറ. തനിക്ക് സന്മാർഗം വ്യക്തമാക്കിയ ശേഷം, തനിക്ക് സന്മാർഗം വ്യക്തമായി കഴിഞ്ഞ ശേഷവും ആരെങ്കിലും ദൈവദൂതനുമായി എതിർത്ത് നിൽക്കുകയും സത്യവിശ്വാസികളുടേത് അല്ലാത്ത ഒരു മാർഗം പിന്തുടരുകയും ചെയ്യുന്ന പക്ഷം അവൻ തിരിഞ്ഞ വഴിക്ക് നാം അവനെ തിരിച്ചുവിടുന്നതാണ്, നരകത്തിലിട്ട് നാം അവനെ കരിക്കുന്നതാണ്. അത് വളരെ മോശമായ പര്യവസാനമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക. സഹോദരങ്ങളെ, ഇവിടെ ഈ ആയത്തിൽ പ്രതിപാദിച്ച യുശാഖിഖി റസൂല് എന്നാൽ റസൂലുമായി എതിർത്തു നിൽക്കുന്നവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതിൽ നിന്നും വേറിട്ട ഒരു ചര്യ സ്വീകരിച്ചവനാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ്. അവർ സത്യവിശ്വാസികളുടേത് അല്ലാത്ത ഒരു മാർഗം പിന്തുടരുന്ന ആളുകളാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ് എന്നർത്ഥം. അപ്പോൾ സഹോദരങ്ങളെ, സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത് അത് ഒരു ഭാഗത്തായി നിൽക്കുമ്പോൾ അതിൽ നിന്നും വേറിട്ട ഒരു ചര്യ സ്വീകരിച്ച ആളുകൾ അവർ മറുഭാഗത്ത് നിൽക്കുന്നു എന്നർത്ഥം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് ഉണർത്തിയത്. ഏതാണ് സിറാത്തുൽ മുസ്തഖീം എന്നുള്ള വിഷയത്തെക്കുറിച്ച് സൂറത്ത് അൻആമിലെ 153-ാമത്തെ ആയത്തിൽ നമുക്കത് കാണാം. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുല ഫതഫറഖ ബികും അൻ സബീലി ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. ഇതാണ് എന്റെ നേരായ പാത, ഇതാണ് സിറാത്തുൽ മുസ്തഖീം, നിങ്ങൾ അത് പിന്തുടരണം, മറ്റു മാർഗങ്ങൾ നിങ്ങൾ പിൻപറ്റരുത്. അവയൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ ചിതറിച്ചു കളയുകയും നിങ്ങൾ സൂക്ഷ്മത പാലിക്കുവാൻ വേണ്ടിയിട്ട് അവൻ നിങ്ങൾക്ക് നൽകിയ ഉപദേശമാണ് ഇത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക. സഹോദരങ്ങളെ, ഇവിടെ വലാ തത്തബിഉസ് സുബുല, മറ്റു മാർഗങ്ങൾ നിങ്ങൾ പിൻപറ്റരുത് എന്ന് പറയുന്നതിലെ അതിലെ സുബുല എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ബിദ്അത്തിന്റെ ആളുകളുടെ വഴിയാണ് എന്ന് ഇമാമുൽ മുഫസ്സിരീൻ ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ആരാ സഹോദരങ്ങളെ? ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് താബിഈങ്ങളിൽപ്പെട്ട വലിയ മുഫസ്സിർ, വലിയ പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹം 3 തവണ പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ അതിലെ ആയത്തുകളും അതിന്റെ വിശദീകരണങ്ങളും നേർക്കുനേരെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും 3 തവണ പരിശുദ്ധ ഖുർആൻ മുഴുവൻ അതിന്റെ വിശദീകരണം സഹിതം കേട്ട് പഠിച്ച വ്യക്തിയാണ്. ഇമാമുൽ മുഫസ്സിരീൻ എന്ന പേരിൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ വിശേഷിപ്പിക്കാറുള്ള മുജാഹിദ് റഹിമഹുല്ലാഹ്. ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ മാറിടത്ത് കൈവച്ചുകൊണ്ട് അദ്ദേഹത്തിന് ദീനിന്റെ വിഷയത്തിൽ ഫിഖ്ഹ് നൽകണമേ, ദീനിന്റെ വിഷയത്തിൽ ഖുർആനിന്റെ വിഷയത്തിൽ അറിവ് നൽകണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി പ്രാർത്ഥിച്ച സ്വഹാബിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പോയിക്കൊണ്ട് ഈ പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ 3 തവണ അത് കേൾക്കുകയും അതിന്റെ വിശദീകരണങ്ങൾ, അതിന്റെ തഫ്സീർ നേർക്കുനേരെ പഠിക്കുകയും ചെയ്ത താബിഈങ്ങളിൽപ്പെട്ട വലിയ പണ്ഡിതനാണ് ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ്. അതുകൊണ്ട് തന്നെ ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് ഒരു വിഷയം ഇന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹ്ലുൽ ഇൽമിൽപ്പെട്ട ഈ പണ്ഡിതന്മാർ എന്തു ചെയ്യും? അത് സ്വീകരിക്കും, പ്രാധാന്യം കൊടുക്കും.
കാരണം അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ളതാണ്, അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ വിശദീകരിച്ചു തരുന്നുണ്ട്. സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന അതിന്റെ വഴിയിൽ പിശാച് ഇരുന്നു കൊണ്ട് ആളുകളെ വേറെ വഴിയിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നർത്ഥം. ആ വഴി തെറ്റിയാൽ, ആ സിറാത്തുൽ മുസ്തഖീമിൽ നിന്നുള്ള നേരായ മാർഗം തെറ്റിക്കഴിഞ്ഞാൽ പിന്നീട് പല വഴികളും സ്വീകരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് താക്കീത് നൽകിയതാണ്. ഇൻഷാ അല്ലാഹ് അത് സംബന്ധമായിട്ടൊക്കെയുള്ള വിഷയങ്ങൾ നമുക്ക് കൂടുതൽ ആയത്തുകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് തെളിവ് സഹിതം നമുക്ക് സംസാരിക്കാം. ഇവിടെ വിഷയം ദീർഘിച്ചു പോകുമെന്നുള്ള ഭയം കൊണ്ട് അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല സഹോദരങ്ങളെ. എന്നാൽ അങ്ങനെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്നും വഴിതെറ്റി പോയിട്ടുണ്ട് എങ്കിൽ അവരെന്ത് ചെയ്യണം? അവർ തൗബ ചെയ്തുകൊണ്ട് നേരായ മാർഗത്തിലേക്ക് മടങ്ങേണ്ടതുണ്ട് എന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. അതല്ല, അവർ തിരിഞ്ഞു പോവുകയാണ് എങ്കിൽ തിരിഞ്ഞ വഴിക്ക് തന്നെ അള്ളാഹു അവരെ തിരിച്ചുവിടുമെന്ന് സൂറത്തു നിസായിലെ 115-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാ. നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. അവൻ തിരിഞ്ഞ വഴിക്ക് നാം തന്നെ അവരെ തിരിച്ചുവിടുന്നതും നരകത്തിലിട്ട് നാം അവനെ കരിക്കുന്നതുമാണ്, അത് മോശമായ പര്യവസാനമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് എന്നർത്ഥം. അപ്പോൾ സിറാത്തുൽ മുസ്തഖീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് നൽകിയിട്ടുള്ള ഒരു വിഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി സഹോദരങ്ങളെ, ആ സിറാത്തുൽ മുസ്തഖീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ പൊതുവെ 3 വിഭാഗക്കാരായിക്കൊണ്ടാണ് നിലനിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ 3 വിഭാഗം ആരൊക്കെയാണ് എന്നുള്ളത് ഇതേ ആയത്തിൽ തന്നെ ഇതിനെ തുടർന്നുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് 3ന്റെയും വക്താക്കൾ, ഈ 3 വിഭാഗം, ഒന്ന് അള്ളാഹു നിഅമത്ത് നൽകിയിട്ടുള്ള ആളുകളാണ് എങ്കിൽ മറ്റു 2 വിഭാഗങ്ങൾ ആരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സിറാത്തുൽ മുസ്തഖീമിന്റെ ജനങ്ങൾ അത് 3 വിഭാഗക്കാരാണ്. ആ 3 വിഭാഗക്കാർ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നാം ഏവർക്കും അനുഗ്രഹം നൽകി നമ്മളെ അതിലേക്ക്, അത് കൂടുതൽ അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്ന ആ വിഷയത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ.